അസ്സലാമു അലൈക്കും. ഇന്ന് തമ്പനയിലിൽ കണ്ടതുപോലെ ഒരു കൂമ്പ് കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂമ്പിൻ്റെ ഈ ഭാഗമാണ് കൊച്ചിലെ ഞങ്ങൾ കളിക്കുമ്പോൾ ഇറച്ചിയായിട്ട് യൂസ് ചെയ്തത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാ കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് 2 ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു, അത് നല്ല വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവാളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ബ്രെഡ് ക്രംസ്, മല്ലിയില. ബ്രെഡ് ഇരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ അതിന് ഇനി കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക, അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക. സവാള ഒരുപാടൊന്നും വഴണ്ട് പോകണ്ട, കുറച്ച് വഴന്നതിന് ശേഷം അതിനകത്ത് ചെറിയൊരു ഇഞ്ചിയും അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ ആ ഒരു മണം മാറിക്കഴിയുമ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഗരം മസാല, ഒരിച്ചിരി കുരുമുളക് പൊടി, എന്നിട്ട് കുറച്ച് മീറ്റ് മസാലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം അരിഞ്ഞ കൂമ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒതുക്കി വെച്ച് വേവിച്ചെടുക്കണം. ഉപ്പ് ഇടണം കേട്ടോ. സാധാരണ കൂമ്പ് നമ്മൾ ചെറുപയറൊക്കെ ഇട്ട് തോരൻ വെച്ചാലും ഇവിടെ ആരും കഴിക്കാറേ ഇല്ല. അപ്പം ഇതിങ്ങനെ വെച്ചാൽ അത് കഴിക്കത്തുള്ളൂ. അത് പൊരിച്ച് കൊടുക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. നന്നായിട്ട് കൂമ്പ് വെന്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതുമായിട്ട് യോജിപ്പിച്ച് എടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ചൂട് മാറുന്നിടം വരെ വയ്ക്കുക. ചൂട് മാറിക്കഴിഞ്ഞ് കയ്യിലൊരല്പം എണ്ണയൊക്കെ തടവിയിട്ട് ഒരു ഷേപ്പിന് നമ്മൾ ഉരുട്ടി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്കത് കോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിലോട്ട് മുക്കി ബ്രെഡ് ക്രംസിലും കൂടെ പൊതിഞ്ഞെടുത്ത് വെക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഞാനിത് എടുത്ത് വെച്ച് ഒന്ന് ഫ്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രീസ് ചെയ്യുമ്പോൾ ആ ബ്രെഡ് ക്രംസൊക്കെ അതിലോട്ട് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ തന്നെ അതിങ്ങനെ വേർവിട്ട് പോകുന്നത് കാണാം. ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നന്നായിട്ട് ഇരുന്നോളൂ. നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പണിക്കാരനാണ്, ബിബിൻ എന്ന പുള്ളിക്കാരൻ്റെ പേര് കേട്ടോ. രാവിലെ ഒരു അത്യാവശ്യത്തിന് വിളിച്ചപ്പം കൺവെൻഷന് പോകുന്ന ആൾ ഓടി വന്നേ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് മെറ്റിലിടാൻ വേണ്ടിയിട്ടായിരുന്നു. വലിയ മെറ്റിലായതുകൊണ്ട് ആ സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അതുവഴി ഏതൊരു പാമ്പ് പോകുന്നത് കണ്ടിട്ട് ഞങ്ങളവിടെ അങ്ങനെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം മാറ്റിയിട്ട് പുള്ളിക്കാരൻ വന്ന് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് മെറ്റിൽ ഇട്ടായിരുന്നു. അപ്പോൾ രാവിലെ വന്നതല്ലേ, ചായയൊക്കെ കുടിച്ചു, ചായയും കഴിക്കാനൊക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ചായ വേണ്ട, നല്ല പഞ്ചസാര ഇട്ട് ഒരു ഗ്ലാസ് പാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പാലൊക്കെ കുടിച്ച് പുള്ളിക്കാരൻ നന്നായിട്ട് വൃത്തിയായിട്ട് നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാ പണിയും ചെയ്തോളും കേട്ടോ, നല്ലൊരു മനുഷ്യനാണ്. നന്നായിട്ട് അവിടെ എല്ലാം വൃത്തിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് അപ്പോഴത്തേക്കും ഡ്യൂട്ടിക്ക് പോകാൻ സമയമായിരുന്നു. അപ്പോൾ ചോറും കൂടെ എടുക്കുന്നത് കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചോറും അന്നേരം ഉണ്ടാക്കിയത് തോരനാണ്, ചീരത്തോരനും. പിന്നെ പിള്ളേർക്ക് കൊടുത്തുവിട്ടത് സോയാബീൻ ഫ്രൈ ആണ്. അതും എടുത്ത് മീൻകറി എടുത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ.